ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുടുംബശ്രീയിലും സർക്കാർ ആശുപത്രികളിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അടിസ്ഥാന യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കുടുംബശ്രീയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. മലപ്പുറം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിലുള്ള പട്ടികവർഗ സുസ്ഥിര വികസന പദ്ധതിയിൽ ആനിമേറ്റർ കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. ഡിഗ്രി, ട്രൈബൽ മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതകളുള്ള മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ 25-നും 40-നും മധ്യയുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും കുടുംബശ്രീ അയൽക്കൂട്ട അംഗമോ അല്ലെങ്കിൽ കുടുംബാംഗമോ അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം. ആശ്രയ കുടുംബാംഗം അല്ലെങ്കിൽ ഭിന്നശേഷി വിഭാഗം എന്നിവർക്ക് മുൻഗണന ലഭിക്കും. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയ്ക്കൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ST അല്ലെങ്കിൽ ഓക്സിലറി അല്ലെങ്കിൽ ആശ്രയ കുടുംബാംഗം അല്ലെങ്കിൽ ഭിന്നശേഷി എന്നിവ തെളിയിക്കുന്ന രേഖകൾ, ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഉള്ളടക്കം ചെയ്യണം. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് നേരിട്ടോ തപാൽ മുഖേനയോ ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം 6765005 എന്ന വിലാസത്തിൽ സെപ്റ്റംബർ 20 വൈകിട്ട് 5 മണിക്കുള്ളിൽ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാറ ഗവൺമെൻറ് ITയിൽ ഇലക്ട്രീഷ്യൻ, പ്ലംബർ ട്രേഡുകളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നുണ്ട്. നിയമനത്തിനായുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 19 രാവിലെ 11 മണിക്ക് നടക്കും. ഇലക്ട്രീഷ്യൻ ട്രേഡിലേക്ക് ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലുള്ള 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള NTC 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള NAC 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്ലംബർ ട്രേഡിലേക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ ബ്രാഞ്ചിലുള്ള 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ പ്ലംബർ ട്രേഡിലുള്ള NTC 3 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ പ്ലംബർ ട്രേഡിലുള്ള NAC 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും ഒരു സെറ്റ് പകർപ്പുകളുമായി കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജോബ് ഡ്രൈവ് സെപ്റ്റംബർ 20 നടക്കും. രാവിലെ 10 മണിക്ക് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻറ്ററിലാണ് ജോബ് ഡ്രൈവ് നടക്കുക. സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള സൈറ്റ് സൂപ്പർവൈസർ, ITI ട്രെയിനി, GST ബില്ലിംഗ് സ്റ്റാഫ്, പാക്കിംഗ് സ്റ്റാഫ് എന്നീ ഒഴിവുകളിലേക്കാണ് അഭിമുഖം നടക്കുന്നത്. എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള SSLC, +2, ബിരുദം, ഡിപ്ലോമ, ഡിഗ്രി, സിവിൽ, ITI, ഫിറ്റർ, വെൽഡർ, ഇലക്ട്രിക്കൽ, ബോയിലർ എന്നീ യോഗ്യതയുള്ളവർക്ക് മേളയുടെ ഭാഗമാകാം. താല്പര്യമുള്ളവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് എത്തണം. മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ റെസിപ്റ്റ്, ബയോഡേറ്റ കോപ്പി എന്നിവ കയ്യിൽ കരുതേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആലുവ കീഴ്മാട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രാത്രികാല പഠനത്തിന് മേൽനോട്ടം വഹിക്കുന്നതിന് മേട്രൺ കം റെസിഡന്റ് ട്യൂട്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ബിരുദവും BEdും ഉള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ജാതി, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം സെപ്റ്റംബർ 18 വൈകുന്നേരം 5 മണിക്കുള്ളിൽ എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷൻ 3ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷനിലെ വിവിധ CDSകളിലേക്ക് കമ്മ്യൂണിറ്റി കൗൺസിലർമാരെ നിയമിക്കുന്നുണ്ട്. യോഗ്യത സോഷ്യൽ വർക്ക്, സോഷ്യോളജി, വിമൻസ് സ്റ്റഡീസ്, സൈക്കോളജി വിഷയങ്ങളിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ്. അയൽക്കൂട്ട അംഗം, ഓക്സിലറി ഗ്രൂപ്പ് അംഗവും 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ. ഓണറേറിയം, യാത്രാപ്പടി ഉൾപ്പെടെ പരമാവധി 12,000 രൂപ ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അയൽക്കൂട്ട അംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗമാണെന്നുള്ള CDSന്റെ സാക്ഷ്യപത്രം സഹിതമുള്ള വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ്, ആനന്ദവല്ലീശ്വരം 601013 എന്ന വിലാസത്തിൽ സെപ്റ്റംബർ 20 സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അടുത്തത് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റിൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി പ്രോഗ്രാമിന് കീഴിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ തസ്തികയിലെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രായപരിധി 60 വയസ്സ് വരെയാണ്. പ്രതിഫലം പ്രതിമാസം 50,000 രൂപയാണ് ലഭിക്കുന്നത്. കാലാവധി 1 വർഷമാണ്. കൃഷി, കൃഷി വിപണനം, അഗ്രോണമി, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, മണ്ണ് ശാസ്ത്രം, കാർഷിക സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ കൃഷി അനുബന്ധ മേഖലകളിലെ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത വരുന്നത്. ഡോക്ടറേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് കോർഡിനേഷൻ, ആസൂത്രണം എന്നിവയിൽ കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയവും ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് 20 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. സർക്കാർ മേഖലയിലെ സേവന പരിചയം അഭിലഷണീയമാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ സഹിതം സെപ്റ്റംബർ 20-നകം ഡയറക്ടർ, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, വികാസ് ഭവൻ, തിരുവനന്തപുരം 695033 എന്ന വിലാസത്തിലേക്കോ അല്ലെങ്കിൽ നോഡൽ atmakerala@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്കോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് ജനറൽ ആശുപത്രി ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഫാർമസിസ്റ്റുമാരെ 179 ദിവസത്തേക്ക് നിയമിക്കുന്നുണ്ട്. യോഗ്യത +2ഉം സർക്കാർ അംഗീകാരമുള്ള D.Pharm അല്ലെങ്കിൽ B.Pharm അല്ലെങ്കിൽ M.Pharm അല്ലെങ്കിൽ PharmD-യും ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അപേക്ഷയും സഹിതം സെപ്റ്റംബർ 19 രാവിലെ 10 മണിക്ക് സൂപ്രണ്ടിൻ്റെ ചേംബറിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ 1 വർഷത്തെ കരാറടിസ്ഥാനത്തിൽ BMS ടെക്നീഷ്യനെ നിയമിക്കുന്നുണ്ട്. യോഗ്യത SSLC-യും ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ 2 വർഷത്തെ ITI, NCVT, KGCE. ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഓൺ ഇനീഷ്യേറ്റീവ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. 18-നും 39-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 19 രാവിലെ 11 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോഴിക്കോട് മെഡിക്കൽ കോളേജ് HDS ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.